ഹലോ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഒർലാൻഡോയിലെ ട്രിപ്പിൻ്റെ. ഞങ്ങൾ പോയത് കെനഡി സ്പേസ് സെൻറ്ററിലേക്കാണ്. ഞങ്ങൾ ആദ്യം കെനഡി സ്പേസ് സെൻറ്ററിൽ എത്തിയപ്പോൾ പോയത് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ എക്സിബിഷൻ കാണാനായിട്ടാണ്. അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സ്പേസ് ഷിപ്പ് 33 പ്രാവശ്യം സ്പേസിൽ പോയി വന്ന സ്പേസ് ഷിപ്പ് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് കെനഡി സ്പേസ് സെൻറ്ററിലാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്ന സെയിം സ്പേസ് ഷിപ്പ് തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ സുനിത വില്യംസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ആസ്ട്രോനോട്ടൊക്കെ ഇതിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്പേസിൽ പോയി വന്നിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പ് നമ്മൾ അടുത്ത് കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഈ നാസ കെനഡി സ്പേസ് സെൻറ്ററിൽ കാണാനുണ്ടായിരുന്നു. ഒരുപാട് സമയമെടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ വേഗത്തിൽ പറയാം. ഇത് അതിൻ്റെ സ്പേസ് ഷിപ്പിൻ്റെ കോക്പിറ്റ് പോലത്തെ സ്ഥലത്ത് നമുക്ക് കയറിയിരിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടികൾക്ക് ഇൻറ്ററാക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതായിരുന്നു ഈ സ്ലൈഡ്. പണ്ട് സ്കൂളിൽ പോയതൊക്കെ ഓർമ്മ വന്നു. ഞാനും പോയിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്ട്രോനോട്ട്സിനെ ശരിക്കും ട്രെയിൻ ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ ഇരുന്നാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോണ പോലെ തോന്നുന്നൊക്കെ ജോഹാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് അപ്പോളോ സാറ്റേൺ 5 സെൻറ്ററിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു മൂൺ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡനിൽ സിക്കമോ ട്രീസ് ആണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂണാർ എക്സ്പെഡീഷന് പോയപ്പോൾ ഒരുപാട് വിത്തുകൾ നമ്മുടെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി അവിടെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരെണ്ണം സിക്കമോർ സീഡ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടിട്ട് ഇവരതിനെ മൂൺ ഗാർഡൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പോളോ മിഷൻ 17 എണ്ണം ഉണ്ടായിരുന്നെങ്കിലും 12 എണ്ണത്തിലാണ് ക്രൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കമമറേറ്റ് ചെയ്യാൻ വേണ്ടി 12 സിക്കമോ ട്രീസ് ആണ് ഇവിടെ ഉള്ളത്. 11ാമത്തെ എക്സ്പെഡീഷനിലാണ് നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും ആൾഡ്രിനൊക്കെ അവിടെ മൂണിൽ പോയി ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ സിക്കമോ ട്രീക്ക് എനിക്ക് വേറൊരു സിഗ്നിഫിക്കൻസും കൂടി ഉള്ളത്. നമ്മുടെ ബൈബിളിൽ പറയുന്നത് സിക്കമോ ട്രീയുടെ മുകളിലാണ് സക്കായി ഒളിച്ചിരുന്നത് ജീസസ് വന്നപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയ ഒരു മരങ്ങളായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ അപ്പോളോ സാറ്റേൺ 5 സെൻറ്ററിൻ്റെ അകത്ത് കയറിയപ്പോൾ അവരുടെ കമാൻഡ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് കമാൻഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ നിന്നാണ് അപ്പോളോൻ്റെ കൊടുത്തതെന്നാണ് പറയണത്. അങ്ങനെ സാറ്റേൺ വി റോക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. 3 പീസസ് ആയിട്ടാണ് ഈ സാറ്റേൺ 5 റോക്കറ്റ്, വി എന്നും പറയാം 5 എന്നും പറയാൻ തോന്നുന്നു, റോക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ഫോഴ്സിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പോയി പിന്നൊരെണ്ണം പോയി അങ്ങനെ 3 പാർട്ടായിട്ട് ഫോഴ്സ്ഫുള്ളി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഈ സാറ്റേൺ 5 റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര വലിയൊരു സംഭവം കണ്ട മാതിരി തോന്നും ഈ റോക്കറ്റ് കാണുമ്പോൾ. പിന്നെ കണ്ടത് മൂണിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പീസ് ലൂണാർ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ല് പോലത്തെ, നമുക്ക് അതിനകത്ത് തൊട്ട് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചത് ഈ ലൂണാർ വെഹിക്കിൾസ് ആണ്. മൂണിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞ് ഓട്ടോറിക്ഷ പോലത്തെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കുഞ്ഞു വണ്ടികൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 എണ്ണം. ഇതൊക്കെ ശരിക്കും മൂണിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. മൂണിൽ ഇറങ്ങിയിട്ടുള്ള വെഹിക്കിൾസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ കുറേ എക്സിബിഷൻസ് ഉണ്ട്. മൂണിൽ ഉപയോഗിച്ച സാധനങ്ങളും മൂണിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അത് ഈ ലൂണാർ വെഹിക്കിൾ ഞാൻ കുറേ നേരം എടുത്തതിൻ്റെ കാരണം അത് നല്ല പിന്നെ കണ്ടത് ആസ്ട്രോനോട്ട്സ് യൂസ് ചെയ്തിരുന്ന സൂട്ടാണ്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റായിട്ടാണ് തോന്നുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ സ്നോ സൂട്ട് കിടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഇത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇടാനായിട്ട്. പിന്നെ അതുപോലെ ഇവർ എന്തോ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു അവർ ഈ എക്സ്പെഡീഷൻ ചെയ്യുമ്പോൾ താമസിക്കുന്ന സ്ഥലം. അപ്പോളോ 14ൻ്റെ ക്യാപ്സ്യൂള് ഓരോ ഇതിൻ്റെയും ഓരോ എക്സ്പെഡീഷനും ഓരോ ക്യാപ്സ്യൂള് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ഇത് നമ്മുടെ സ്റ്റാർ വാർസിലൊക്കെ കാണുന്ന ഒരു BBB എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി കുറേ റോക്കറ്റ്സും കുറേ ക്യാപ്സ്യൂൾസും
എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പോയി കാണുന്ന രീതിയിൽ ഭംഗിയായിട്ടൊക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, സ്പേസ് ടെലസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ ഒരു ഇൻ്ററാക്റ്റീവ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇൻ്ററാക്റ്റീവ് ഇതായിരുന്നു. ഒരു വാളിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാ പ്ലാനറ്റ്സും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റുന്ന പോലെ, കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്ന പോലെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഒരു VR ഗ്ലാസ് വെച്ചിട്ട് മൂണിൽ ലോഞ്ച് ചെയ്യുന്ന ഫീലിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കെനഡി സ്പേസ് സെൻറ്ററിൽ നമുക്ക് അറിയാനും അനുഭവിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കെനഡി സ്പേസ് സെൻറ്ററിൽ. ഞാൻ ആദ്യം പോയപ്പോൾ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ എന്താണ് ഇത്ര കാണാനുള്ളത് എന്നൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓടി നടന്നിട്ടാണ് ഓരോരോ കാര്യങ്ങളും കണ്ടത്. അതും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല, ഒന്ന് ഓടിച്ചിട്ട് കാണാനേ പറ്റിയുള്ളൂ. അപ്പം നല്ല ഇതായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ചെറിയ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇത് കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ നന്നായിട്ട് സയൻസും ജിയോഗ്രഫിയൊക്കെ പഠിക്കാൻ പറ്റിയേനെ എന്നുള്ളത്. എന്തായാലും കണ്ടതിൽ താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.